നമസ്കാരം. ഇന്ന് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ജീവജാലങ്ങളിൽ വെട്ടുക്കിളി എന്ന ജീവിയെയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി നിന്നും, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ നിന്നും, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു നിന്നും. ഇത് യോവേൽ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാചകമാണ്. കീടബാധ മൂലം ഒരു ദേശത്തെ സകല സസ്യജാലവും നശിച്ചു. ക്ഷാമകാലത്തേക്ക് നീങ്ങുന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ വാക്യം. തുള്ളനും വിട്ടിലും ചീവിടുമെല്ലാം വെട്ടുക്കിളിയുമായി അടുത്ത ബന്ധമുള്ള കീടങ്ങളാണ്. ഇവയിൽ ഏറ്റവും ഭീകരമായി നാശം വിതയ്ക്കുന്നത് വെട്ടുക്കിളിയാണ്. കാരണം അവ വലിയ പറ്റമായാണ് ഒരു പ്രദേശത്ത് വന്നിറങ്ങുന്നത്. അത് വളരെ പെട്ടെന്നായിരിക്കും. വെട്ടുക്കിളിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ മിക്ക പരാമർശങ്ങളും ഈ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്നവയാണ്. മിസ്രൈം ദേശത്ത് വന്ന 10 ബാധകളിൽ കഠിനമായ ഒന്നായിരുന്നു 8ാമതെത്തിയ വെട്ടുക്കിളികൾ. എൻ്റെ ജനത്തെ വിട്ടയക്കുവാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ നാളെ നിൻ്റെ രാജ്യത്ത് വെട്ടുക്കിളിയെ വരുത്തും. വിശുദ്ധ ബൈബിളിൽ പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാചകമാണ്. യഹോവ ഫറവോനോട് അറിയിപ്പാണത്. പിന്നീട് സംഭവിച്ചത് വെട്ടുക്കിളി മിസ്രൈം ദേശത്തൊക്കെയും വന്നു. മിസ്രൈമിൻ്റെ അതിർത്തിക്കകത്തൊക്കെയും അനവധിയായി വീണു. അതുപോലെ വെട്ടുക്കിളി ഉണ്ടായിട്ടില്ല. അത് ഭൂതലത്തെ മൊക്കെയും മൂടി. ദേശം അതിനാൽ ഇരുണ്ടുപോയി. മിസ്രൈം ദേശത്തെങ്ങും വൃക്ഷങ്ങളിലാകട്ടെ നിലത്തിലെ സസ്യത്തിലാകട്ടെ പച്ചയായതൊന്നും ശേഷിപ്പിച്ചില്ല. ഇതേ സംഭവം 2 തവണ സങ്കീർത്തനങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. അവൻ കൽപ്പിച്ചപ്പോൾ വെട്ടുക്കിളിയും തുള്ളനും അനവധിയായി വന്നു. അവരുടെ ദേശത്തിലെ സസ്യമൊക്കെയും അവരുടെ വയലിലെ വിളയും തിന്നുകളഞ്ഞു. ഇത് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. വളരെ വലിയ ഒരു പറ്റമായി ഒരേ സ്ഥലത്ത് വന്നിറങ്ങുന്ന വെട്ടുക്കിളികളുടെ ചിട്ട കണ്ട് അത്ഭുതപ്പെടുന്നത്. വെട്ടുക്കിളിക്ക് രാജാവില്ല, എങ്കിൽ അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. സദൃശവാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മിസ്രൈമിനെ ആക്രമിക്കാൻ വരുന്ന ബാബേൽ സൈന്യത്തെക്കുറിച്ച് പറയുന്നത് അവർ വെട്ടുക്കിളിയേക്കാൾ അധികം അവർക്ക് സംഖ്യയുമില്ല എന്നാണ്. പെട്ടെന്ന് പറന്നിറങ്ങി ആക്രമിക്കുന്ന വെട്ടുക്കിളിയെ കവർച്ചക്കാരോടാണ് ഉപമിച്ചിരിക്കുന്നത്. വെട്ടുക്കിളി ചാടി വീഴുന്നത് പോലെ അവർ അതിന്മേൽ ചാടി വീഴും. യെശയ്യാ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൽ ഒരു ദർശനത്തിൽ വെട്ടുക്കിളിയെപ്പറ്റി പറയുന്നുണ്ട്. ആ ചിത്രീകരണം ഇങ്ങനെയാണ്. 5ാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ ഒരു അഗാധ കൂപം തുറക്കുകയും അതിൽ നിന്ന് ചൂളയിൽ നിന്നെന്ന പോലെ പുക പൊങ്ങുകയും ചെയ്തു. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. ഇത് വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആഹാരത്തിന് ഉപയോഗിക്കാവുന്ന ഏതാനും ഷഡ്പദങ്ങളുടെ കൂട്ടത്തിൽ വെട്ടുക്കിളിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിറകുണ്ടെങ്കിലും അവ 4 കാൽ കൊണ്ട് നടക്കുന്നവയും നിലത്തുനിന്ന് കുതിക്കുവാൻ തക്കവണ്ണം തുടയിൽ പേശികളുള്ളവയുമാണ് എന്നാണ് അതിനുള്ള നിദാനം. പുഴുങ്ങിയോ വറുത്തോ ഉണക്കിയോ ഒക്കെയാണ് ഇവയെ ആഹാരമാക്കുവാൻ പല ദിക്കിലുമുള്ള ആളുകൾ ശ്രമിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ്റെ ആഹാരം വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാസീർ വ്രതക്കാരനായതിനാൽ യോഹന്നാൻ സസ്യാഹാരിയായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ആഹാരം മരുപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന പയറുവർഗത്തിൽപ്പെട്ട ഒരു ചെറുവൃക്ഷത്തിൻ്റെ കായ്കളായിരുന്നുവെന്നും ശക്തമായ അഭിപ്രായമുണ്ട്. വെട്ടുക്കിളിയുടെയും ഈ വൃക്ഷത്തിൻ്റെയും ഇംഗ്ലീഷ് പേരുകൾ ലോക്കസ്റ്റ് എന്നു തന്നെയായിരുന്നു. അതിനാൽ അത് തെറ്റായി ഒരു ജീവിയാണെന്ന് രേഖപ്പെടുത്തിയതാണെന്നാണ് ഒരു ഭാഗത്തിൻ്റെ വാദം. വെട്ടുക്കിളിയെപ്പറ്റി എബ്രായ പരിഭാഷകളിൽ 9 പദങ്ങൾ വ്യത്യസ്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്
വെട്ടുക്കിളി എന്ന ജീവിയെപ്പറ്റി വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.